ഹായ് ഫ്രണ്ട്സ്, ജോബ് സെക്യൂറ ലോ എമിനൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മെൻ്റൽ എബിലിറ്റി ഏരിയയിലെ കോഡിംഗ് ഡീകോഡിംഗ് എന്നുള്ള ഏരിയയിലേക്കാണ് കടക്കുന്നത്. അപ്പം മെൻ്റൽ എബിലിറ്റിയുടെ ഒരു ഇൻട്രോ ക്ലാസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആവറേജ് എന്നുള്ള ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്പർ സീരീസ് ഏരിയയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 25 ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് മെൻ്റൽ എബിലിറ്റി എന്നുള്ള ഏരിയ. അതായത് 75 മാർക്സിൻ്റെ ഏരിയയാണ്. കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ നോക്കുകയാണ്. നിങ്ങളിൽ പലരും ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവരും കൊമേഴ്സ് കഴിഞ്ഞവരും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മെൻ്റൽ എബിലിറ്റി ഏരിയയെ അങ്ങ് ഒഴിവാക്കാം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷേ കൃത്യമായ പരിശീലനത്തിലൂടെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മെൻ്റൽ എബിലിറ്റി ഏരിയ. ഇതിലെ പല ക്വസ്റ്റ്യൻസും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ്റെ ആവശ്യവും ഇവിടെ ഇല്ല. നിങ്ങൾ സയൻസ് എടുത്തവരായാലും ഹ്യൂമാനിറ്റീസ് എടുത്തവരായാലും ഒക്കെ തന്നെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന വിധത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഈ കോഡിംഗ് ഡീകോഡിംഗ് എന്നുള്ള ഏരിയയിൽ നിന്ന് പോലും വരുന്നത്. അപ്പോൾ എന്താണ് ഈ കോഡിംഗ് ഡീകോഡിംഗ്? ഒരു വേർഡിനെ ഇങ്ങനെ കോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ ലോജിക് ഉപയോഗിച്ച്, സെയിം ലോജിക് ഉപയോഗിച്ച് നിങ്ങൾ വേറൊരു വേർഡിനെ എങ്ങനെ കോഡ് ചെയ്യും? അതാണ് ഇവിടെ നോക്കുന്നത്. അത് വേർഡിൽ നിന്ന് വേറൊരു വേർഡിലേക്ക് വരാം, വേർഡും നമ്പേഴ്സും മിക്സ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഒരു വേർഡിനെ ഏതാനും നമ്പേഴ്സായിട്ട് കോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം ലോജിക് ഉപയോഗിച്ച് നിങ്ങൾ വേറൊരു വേർഡിനെ എങ്ങനെ കോഡ് ചെയ്യുമെന്ന് ചോദിക്കാം. സിമ്പിൾസ് ഉപയോഗിക്കുന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ ഏതാനും സെറ്റ് ഓഫ് വേർഡ്സിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സെൻറ്റൻസിലെ ഒരു വേർഡിൻ്റെ കോഡ് ഏത്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. നമ്മൾ CUET നോക്കിയാലും ക്യുസാറ്റ് നോക്കിയാലും ഒക്കെ തന്നെ ഈ ടൈപ്പ് എല്ലാ ക്വസ്റ്റ്യൻസും അതിനകത്ത് കാണാം. ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി കൂടിയും കുറഞ്ഞും ഇരിക്കുമെന്ന് മാത്രം. കോഡിംഗ് ഡീകോഡിംഗ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ സാധാരണഗതിയിൽ കാണാൻ വളരെ ദുർലഭമാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇൻ സം ലാംഗ്വേജ് എക്സാം ഈസ് കോഡഡ് ആസ് FYBN. In the same language, how will we code result? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം എക്സാം എന്നുള്ള വേർഡും FYBN തമ്മിൽ എങ്ങനെ കണക്റ്റഡ് ആവുന്നു അതാണ് നോക്കേണ്ടത്. എക്സാമിലെ ഓരോ ലെറ്റേഴ്സും നോക്കൂ. EXAM. മറ്റേതെന്താ? FYBN. അപ്പം ഈ തൊട്ടടുത്ത ലെറ്ററായിട്ടുള്ള F ആവുന്നു. X ഒരു സ്റ്റെപ്പ് ഫോർവേഡായ Y ആയി, A B ആവുന്നു, M N ആവുന്നു. അങ്ങനെയാണെങ്കിൽ സെയിം ലോജിക് ഉപയോഗിച്ച് റിസൾട്ട് എന്നുള്ള വേർഡ് എന്തായി മാറും? R തൊട്ടടുത്ത ലെറ്ററായിട്ടുള്ള ഏതായിട്ട് മാറും? S ആവും, E F ആവും, S T ആവും, U V ആവും, L M ആവും, T U ആവും. ഇതിനകത്ത് ഓരോ ലെറ്റേഴ്സും, ഒരു വേർഡിലെ ഓരോ ലെറ്റേഴ്സും ഒരു സ്റ്റെപ്പ് ഫോർവേഡ് പോവുകയാണ് ചെയ്യുന്നത്. എല്ലാം ഇങ്ങനെ ചോദിക്കുള്ളൂ എന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ കോഡിംഗ് ഡീകോഡിങ്ങിലെ വേറെ പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പം നമ്മൾ പുതിയൊരു ക്വസ്റ്റ്യൻ കാണുന്നു. ഇൻ എ സർട്ടൺ കോഡ് സിക്കിം ഈസ് റിട്ടൺ ആസ് MIKKIS. ഹൗ ഈസ് ട്രെയിനിങ് റിട്ടൺ ഇൻ ദാറ്റ് കോഡ്? അപ്പോൾ ഇവിടെ നോക്കൂ, നേരത്തെ ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നത് കണ്ടു, ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വരുന്നത് കണ്ടു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ആലോചിക്കുക എന്താണ്? സിക്കിം എന്നുള്ളത് MIKKIS ആവണമെങ്കിൽ സിക്കിമിലെ ഓരോ ലെറ്ററും മുന്നോട്ട് പോകണോ പിന്നോട്ട് പോകണോ എന്നാണ് നമ്മൾ ആലോചിക്കുക. പക്ഷെ നിങ്ങൾ കോഡിംഗ് ഡീകോഡിംഗ് എന്നുള്ള ഒരു ഏരിയയിലെ ക്വസ്റ്റ്യൻ കണ്ടാൽ ആദ്യം ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യനെ നല്ലോണം ഒന്ന് നോക്കുക. ക്വസ്റ്റ്യനെ നല്ലോണം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സിക്കിം എന്നുള്ള വേർഡിലെ എല്ലാ ലെറ്റേഴ്സിനെയും എങ്ങനെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തെഴുതിയാലാണ് MIKKIS ആവുക. അപ്പം എന്ത് ചെയ്താലാവുക? സിക്കിം എന്നുള്ള വേർഡിനെ നേരെ തല തിരിച്ചെഴുതുന്നു, ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുന്നു, റിവേഴ്സ് ഓർഡറിൽ എഴുതുന്നു. അപ്പം റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ എന്ത് വരും? SIKKIM എന്നുള്ളത് നേരെ തിരിച്ചെഴുതിയാൽ MIKKIS ആവും. അങ്ങനെയാണെങ്കിൽ ട്രെയിനിങ് എന്നുള്ള വേർഡിനെ നേരെ തിരിച്ചെഴുതിയാൽ എന്താവും? GNINIART. അപ്പം 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. മുന്നോട്ട് പോകുന്നത്, പിന്നോട്ട് വരുന്നത്, റിവേഴ്സ് ഓർഡറിൽ എഴുതുന്നത്.
ഇനി പുതിയൊരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇൻ എ സർട്ടൺ കോഡ് സിക്കിം ഈസ് റിട്ടൺ ആസ് KISMIK. ഹൗ ഈസ് ട്രെയിനിങ് റിട്ടൺ ഇൻ ദാറ്റ് കോഡ്? നോക്കൂ, നിങ്ങൾ നേരത്തെ കണ്ട സിക്കിമും ട്രെയിനിങ്ങും തന്നെയാണ് ഇവിടെ. പക്ഷേ ഇവിടെ സിക്കിം എന്നുള്ളതിനെ വേറെ ഏതോ വിധത്തിലാണ് കോഡ് ചെയ്യുന്നത്. അതേ കോഡിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് നിങ്ങൾ ട്രെയിനിങ് എന്നുള്ളതിനെ എങ്ങനെ കോഡ് ചെയ്യും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, സിക്കിം എന്നുള്ളത് KISMIK ആവണമെങ്കിൽ എന്ത് ചെയ്യണം? സിക്കിം എന്നുള്ളതിന് നമ്മൾ 2 പാർട്ടായിട്ട്, ഈക്വൽ പാർട്ടായിട്ട് 2 പീസായിട്ട് മുറിക്കുകയാണ്. SIK ഒരു പാർട്ട്, KIM വേറൊരു പാർട്ട്. SIK എന്നുള്ള പാർട്ടിനെ നമ്മൾ തിരിച്ചിടുന്നു. SIK തിരിച്ചിട്ടാൽ KIS. KIM എന്നുള്ള പാർട്ടിനെ തിരിച്ചിടുന്നു MIK. അങ്ങനെയാണെങ്കിൽ ട്രെയിനിങ് എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം? TRAI ഒരു പാർട്ട്, NING രണ്ടാമത്തെ പാർട്ട്. TRAI എന്നുള്ളതിനെ തിരിച്ചിട്ടാൽ IART. NING തിരിച്ചിട്ട് കഴിഞ്ഞാൽ GNIN. അപ്പം അതായിരിക്കും നമ്മുടെ ആൻസർ. 2 പാർട്ടാക്കുന്നു, 2 പാർട്ടിനെയും നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എഴുതുന്നു. അപ്പം നോക്കൂ, ആലോചിച്ച് നോക്കൂ, നമ്മൾ 4 വിധത്തിലുള്ള കോഡിംഗ് ഡീകോഡിംഗ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കോഡിംഗ് ഡീകോഡിങ്ങിൽ വേറൊരു പാറ്റേൺ കാണുകയാണ്. ഇത് 2019 5 year LLBയിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നോക്കൂ, ഇഫ് ഇൻ എ സർട്ടൺ കോഡ് വിൻഡ് ഈസ് റിട്ടൺ ആസ് 3421, ചെയർ ഈസ് കോഡഡ് ആസ് 76549, വാട്ട് വിൽ ബി ദ കോഡ് ഫോർ ഇന്ത്യ എന്നാണ് ചോദ്യം. അപ്പം വിൻഡും 3421 തമ്മിൽ എന്താണ് ഒരു കണക്ഷൻ ഉള്ളത്? അതേപോലെ ചെയറും 76549 തമ്മിൽ എന്താണ് ഒരു കണക്ഷൻ ഉള്ളത്? നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നൊരു സംശയം. ഇവിടെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യാനില്ല. വിൻഡ് എന്നുള്ളതിൻ്റെ നേരെ താഴെ 3421 എന്നെഴുതുക. W എന്നുള്ളതിന് താഴെ 3, I എന്നുള്ളതിന് താഴെ 4, N എന്നുള്ളതിന് താഴെ 2, D എന്നുള്ളതിന് താഴെ 1. അപ്പം W പകരം 3, Iക്ക് പകരം 4, Nന് പകരം 2, Dക്ക് പകരം 1. അതേപോലെ തന്നെ ചെയർ എന്നുള്ളതിന് 76549 എന്ന് എഴുതുന്നു. അപ്പം Cക്ക് പകരം 7, Hന് പകരം 6, Aക്ക് പകരം 5, Iക്ക് പകരം 4, Rന് പകരം 9. അങ്ങനെ ആകുമ്പോൾ ഇന്ത്യ എന്നുള്ളതിനെ എങ്ങനെ എഴുതും എന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾ നോക്കൂ, വിൻഡ് എന്നുള്ളതിൽ ലാസ്റ്റ് 3 letters ഏതാ? IND. അപ്പം കോഡ് എന്ത് വരും? 421. പിന്നെ IAയുടെ കോഡ് ഏത് എന്നാണ് നമ്മൾ അറിയാം. IAയുടെ കോഡ് ഏത്? ചെയർ എന്നുള്ളതിൽ ഐയും വരുന്നുണ്ട്, എയും വരുന്നുണ്ട്. ഐയുടെ കറസ്പോണ്ടിങ് നമ്പർ ഏതാണ്? 4. എയുടെ കറസ്പോണ്ടിങ് നമ്പർ ഏതാണ്? 5. അപ്പോൾ ആൻസർ എന്ത് വരും? 42145 എന്നുള്ള ആൻസറിലേക്ക് എത്തും. ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. ഓരോ വേർഡിനും കറസ്പോണ്ടിങ് നമ്പർ എഴുതുക, എന്നിട്ട് അത് നേരെ അവിടെ പെറുക്കി വെക്കുക എന്ന് പറയില്ലേ, നേരെ അങ്ങനെ പെറുക്കി വെക്കാനേ ഉള്ളൂ. വേറെ ഒന്നും നമ്മൾ ചെയ്യാനില്ല. വളരെ സിമ്പിളായ ക്വസ്റ്റ്യനാണ്, പക്ഷേ കുട്ടികൾ പലപ്പോഴും തെറ്റിക്കുന്നൊരു ക്വസ്റ്റ്യനും കൂടെയാണിത്. അത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യാത്തതും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാത്തത് കൊണ്ടുമാണ് പലപ്പോഴും ഇതിനകത്തേക്ക് ഇതൊന്നും കുട്ടികൾക്ക് ശരിയാക്കാൻ പറ്റാതെ പോകുന്നത്. ഇനി ഞാൻ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്കാണ് കടക്കുന്നത്. ഇഫ് SIR ഈസ് റിട്ടൺ as PSPIPR, then man can be written as. ഇതും 2023 year LLB ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ആലോചിച്ച് നോക്കൂ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷെ മെൻ്റൽ എബിലിറ്റി എനിക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണല്ലോ എന്ന് വിചാരിച്ച് പലരും ഇത് തൊട്ട് നോക്കിയിട്ട് പോലും ഇല്ല. അപ്പോൾ ഇവിടെ നോക്കൂ, SR എന്നുള്ളതിനെ PSPIPR എന്ന് എഴുതുന്നു. അപ്പം മാൻ എന്നുള്ളതിന് എങ്ങനെ എഴുതും? ഓരോ ലെറ്ററിൻ്റെ മുമ്പിലും ഒരു PA ചേർത്ത് കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ PM, PA, PN. മാനിന് പകരം ചൈൽഡ് ആയിരുന്നു എന്ന് വിചാരിച്ചോളൂ. ചൈൽഡ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതും? PC, PH, PI, PL, PD, ചൈൽഡ്.
അപ്പോൾ ഓരോ ലെറ്ററിൻ്റെ മുമ്പിലും ഒരു പി ചേർക്കണം, അത്ര മാത്രമേ ഉള്ളൂ. വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മളത് അറ്റംപ്റ്റ് ചെയ്യുന്നില്ല, നമുക്കിത് അറിയാത്തത് കൊണ്ട്. ഇനി വേറൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ് ഞാൻ. ഇൻ എ സർട്ടൻ കോഡ് ഹിമാചൽ ഈസ് കോഡഡ് ആസ് JKOCEJCN. ഹൗ ഈസ് ഒറീസ കോഡഡ്? ഇത് ക്യുസാറ്റിൻ്റെ 2011 5 ഇയർ LLBയിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യുസാറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും കേരള ലോ എൻട്രൻസിനേക്കാൾ ലോജിക്കൽ റീസണിങ് ഏരിയയും മെൻ്റൽ എബിലിറ്റി ഏരിയയൊക്കെ ഒരു സ്റ്റെപ്പ് കൂടുതലായിരിക്കും ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസിലൂടെ പ്രാക്ടീസ് ചെയ്യേണ്ടതും കൃത്യമായ ഒരു പരിശീലനവും അവിടെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ കണ്ടാൽ അറിയാം നിങ്ങൾക്ക്. ഹിമാചൽ എന്നുള്ളതിന് JKOCEJCN എന്നാണ് കോഡ് ചെയ്യുന്നത്. അപ്പോൾ ഹിമാചലും ഈ ലെറ്റേഴ്സും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? HIJ. H 2 സ്റ്റെപ്പ് മുന്നോട്ട് പോയാലാണ് ജെയിലെത്തുക. I 2 സ്റ്റെപ്പ് മുന്നോട്ട് പോയാൽ കെയിലെത്തും. M 2 സ്റ്റെപ്പ് മുന്നോട്ട് പോയാൽ ഓയിലെത്തും. ഇവിടെ എന്താണ്? ഓരോ ലെറ്റേഴ്സും 2 സ്റ്റെപ്പ് ഫോർവേഡ് പോകുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒറീസ എന്നുള്ള വേർഡിലെ ഓരോ ലെറ്റേഴ്സിനെയും 2 സ്റ്റെപ്പ് മുന്നോട്ട് പോകണം. അപ്പോൾ O എന്താവും? OPQ, Q ആവും. R എന്താവും? ST ആവും. IJK. S എന്താവും? U. A എന്താവും? C. അപ്പം ആൻസർ എന്ത് വരും? QTKUUC എന്നുള്ള ആൻസറിലേക്ക് എത്തും. അപ്പം ഈ ക്വസ്റ്റ്യനും ആ പ്രാക്ടീസിലൂടെയാണ് ഇത് ശരിയായി വരിക. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നൊരു സംശയം, ഇങ്ങനെ കുറേ പലതും പല പാറ്റേൺ കാണിക്കുന്നു, അപ്പോൾ എങ്ങനെയാണ് മനസ്സിലാവുക? സ്വാഭാവികമായിട്ടും വരുന്ന ക്വസ്റ്റ്യനാണ്. അതിന് വേറൊരു എളുപ്പമാർഗ്ഗവും ഇല്ല. പ്രാക്ടീസ്. അപ്പം ഞങ്ങളുടെ റെഗുലർ ബാച്ച് ഉണ്ട്, ഡെയിലി ക്ലാസ് നടക്കുന്ന ബാച്ച് ഉണ്ട്. അത്തരം ക്ലാസ്സുകളിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ പോവും. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് ഇതായിരിക്കും പാറ്റേൺ എന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങും. ഒരു പുതിയ ക്വസ്റ്റ്യനിലേക്ക് കടക്കട്ടെ ഞാൻ. ഷിപ്പ് ഈസ് റിട്ടൺ ആസ് FUVC. ദെൻ ബോട്ട് മേ ബി റിട്ടൺ ആസ്. ഇതും 3 ഇയർ LLBയിൽ 2020 ചോദിച്ചിരിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നേരത്തെ ക്വസ്റ്റ്യൻ പോലെ അത്ര എളുപ്പമല്ല, അത്ര വേഗം ഇതിൻ്റെ ആൻസറിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അപ്പം നോക്കൂ, ഷിപ്പ് എന്നുള്ള വേർഡിനെ FUVC എന്ന് കോഡ് ചെയ്യുന്നു. അപ്പം ഷിപ്പ് എന്നുള്ള വേർഡിലെ ഓരോ ലെറ്ററും എസ് എത്ര സ്റ്റെപ്പ് പോയാലാണ് എഫിലെത്തുക എന്ന് നോക്കണം. അപ്പം അത് പോകുമ്പോഴും നിങ്ങൾ നോക്കിക്കോളൂ. എസ് കഴിഞ്ഞാൽ TUVWXYZ. Z കഴിഞ്ഞാൽ വീണ്ടും എയിൽ സ്റ്റാർട്ട് ചെയ്യണം. ABCDEF. അപ്പം 13 സ്റ്റെപ്സ് മുന്നോട്ട് പോയി. H നോക്കൂ, HIJKLMNOPQRSTU. 13 സ്റ്റെപ്സ് മുന്നോട്ട് പോയി. അപ്പോൾ ഓരോ ലെറ്റേഴ്സും 13 സ്റ്റെപ്സ് മുന്നോട്ട് പോകുന്നു. അപ്പോൾ കോഡിംഗ് ഡീകോഡിങ്ങിൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, Z കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെറ്റർ ആയിട്ട് ഏത് വരും? A വരും. എയുടെ തൊട്ട് പിന്നിലുള്ള ലെറ്റർ ഏതാ വരിക? Z ആണ് വരിക. അതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് അപ്പം A കഴിഞ്ഞാൽ B വരുന്നു, B കഴിഞ്ഞാൽ C വരുന്നു, C കഴിഞ്ഞാൽ D വരുന്നു. അതേപോലെ തന്നെ Z കഴിഞ്ഞാൽ A വരും. സിയുടെ തൊട്ട് പിന്നിലുള്ള ലെറ്ററായിട്ട് B വരുന്നു, ബിയുടെ തൊട്ട് പിന്നിലുള്ള ലെറ്ററായിട്ട് A വരുന്നു, എയുടെ തൊട്ട് പിന്നിലുള്ള ലെറ്ററായിട്ട് Z വരുന്നു. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അപ്പം ഈ ക്വസ്റ്റ്യനിൽ നോക്കൂ, ഷിപ്പ് എന്നുള്ള വേർഡിലെ ഓരോ ലെറ്റേഴ്സും 13 സ്റ്റെപ്സ് ഫോർവേഡ് പോകുന്നു. അങ്ങനെയാകുമ്പം ബോട്ട് എന്നുള്ളതിലെ ഓരോ ലെറ്റേഴ്സും എത്ര സ്റ്റെപ്സ് മുന്നോട്ട് പോകണം? 13 സ്റ്റെപ്സ്. ബി 13 സ്റ്റെപ്സ് മുന്നോട്ട് പോയാൽ O ആവും. O 13 സ്റ്റെപ്സ് മുന്നോട്ട് പോയാൽ B ആവും. A 13 സ്റ്റെപ്സ് മുന്നോട്ട് പോയാൽ N ആവും. T 13 സ്റ്റെപ്സ് മുന്നോട്ട് പോയാൽ G ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ എന്ത് കിട്ടും? OBNG എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ നോക്കൂ, പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് കണ്ടു നമ്മൾ, അല്ലേ? ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നു, 2 സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നു,
ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു, 2 പീസായിട്ട് മാറുന്നു. അങ്ങനെ പല പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് കണ്ടു. ഇനി വേറൊരു വെറൈറ്റി കാണാൻ പോവുകയാണ്. നമ്പേഴ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇഫ് ഡേ ഈസ് ഈക്വൽ ടു 4 ആൻഡ് കവർ ഈസ് ഈക്വൽ ടു 63, then basis is equal to. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം d ഈക്വൽ ടു 4 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം d 4th ലെറ്ററാണ്. അങ്ങനെയാണെങ്കിൽ കവർ ഈസ് ഈക്വൽ ടു 63 എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ കവർ എന്നുള്ളതിലെ ഓരോ ലെറ്ററിനെയും നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ സി എത്രാമത്തെ ലെറ്ററാണ്? 3ാമത്തെ ലെറ്ററാണ്. ഓ 15th ലെറ്ററാണ്. വി എത്രാമത്തെ ലെറ്ററാണെന്ന് ഓർത്ത് നോക്കുക. ഇ എത്രാമത്തെ ലെറ്ററാണെന്ന് നോക്കുക. ആർ എത്രാമത്തെ ലെറ്ററാണെന്ന് നോക്കുക. ആ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 63 കിട്ടുക. ഓക്കെ, ഓരോ ലെറ്ററിനെയും നമ്മൾ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 63 കിട്ടുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ബേസിസ് എന്നുള്ള വേർഡിലെയും എല്ലാ ലെറ്റേഴ്സിനെയും നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യണം. B2, A1, S19, I9, S19. So 2 plus 1 plus 19 plus 9 plus 19 എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 എന്നുള്ള ആൻസറിലേക്ക് എത്തും. അപ്പോൾ വേറൊരു വെറൈറ്റി കാണുകയാണ്. നമ്പേഴ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടു. ഇനി വേറൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ് ഞാൻ. ക്യുസാറ്റിൻ്റെ 5 year LLBയിൽ 2014 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ സർട്ടൺ കോഡ് 786 means study very hard. 958 means hard work pays. 645 means study and work. Which of the following is the code for very എന്നാണ് ചോദ്യം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ മൊത്തം കൺഫ്യൂഷനായി. ഇവിടെ ഒരു ഇക്വേഷനോ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പം നിങ്ങൾ നോക്കൂ, ആദ്യത്തെ വേർഡ് ഇതെന്താണ്? സ്റ്റഡി വെരി ഹാർഡ്. അടുത്ത എന്താ? ഹാർഡ് വർക്ക് പേസ്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന വേർഡ് ഏതാണ്? ഹാർഡാണ്. ഹാർഡ്, സ്റ്റഡി വെരി ഹാർഡിലും ഹാർഡ് ഉണ്ട്, ഹാർഡ് വർക്ക് പേസ് എന്നുള്ളതിലും ഹാർഡ് ഉണ്ട്. 786 958 ഈ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാണ്? 8 ആണ്. അപ്പം ഹാർഡ് എന്നുള്ളതിന് പകരം ഹാർഡിൻ്റെ കോഡ് നമ്പർ 8 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ ഫസ്റ്റ് വണ്ണും തേർഡ് വണ്ണും നോക്കുന്നു. സ്റ്റഡി വെരി ഹാർഡ്, സ്റ്റഡി ആൻഡ് വർക്ക്. ഇതിൽ രണ്ടിലും കോമൺ ആയി വരുന്ന വേർഡ് ഏതാണ്? സ്റ്റഡി. 786 645 രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാണ്? 6. അപ്പോൾ സ്റ്റഡി എന്നുള്ളതിൻ്റെ കോഡ് 6 ആണ് എന്ന് മനസ്സിലായി. അപ്പം വീണ്ടും നമ്മൾ ഫസ്റ്റ് വണ്ണിലേക്ക് കടക്കുകയാണ്. സ്റ്റഡി എന്നുള്ള വേർഡിൻ്റെ കോഡ് 6 ആണ്. ഹാർഡ് എന്നുള്ള വേർഡിൻ്റെ കോഡ് 8 ആണ്. സ്റ്റഡി വെരി ഹാർഡ് എന്നുള്ളതിന് 786 എന്ന് കോഡ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ വെരി എന്നുള്ള വേർഡിൻ്റെ കോഡ് എന്തായിരിക്കും? 7 എന്നായിരിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കോഡിംഗ് ഡീകോഡിങ്ങിലെ ഏതാനും പാറ്റേൺസ് ആണ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ് നിങ്ങളിപ്പം കണ്ടത്. അപ്പോൾ ഇനിയും ജോബ് സെക്യൂറിയുടെ വീഡിയോസ് വരും. അപ്പം ജോബ് സെക്യൂർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.